നമസ്കാരം. ടെലസ്കോപ്പുകളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പോലെ രണ്ട് തരത്തിലുള്ള ടെലസ്കോപ്പുകളാണുള്ളത്. ഒന്ന് റിഫ്രാക്റ്റീവ് ടൈപ്പ് ടെലസ്കോപ്പുകളും മറ്റൊന്ന് റിഫ്ലക്റ്റീവ് ടൈപ്പ് ടെലസ്കോപ്പുകളും. അതെന്താണ് വ്യത്യാസമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിൽ തന്നെ വേറെ രണ്ട് വ്യത്യസ്തങ്ങളായ തരത്തിലുണ്ട്. ഒന്ന് ടെറസ്ട്രിയൽ ടെലസ്കോപ്പുകളും മറ്റൊന്ന് അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പും. ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്നത് അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിനെ കുറിച്ചാണ്. അതിൻ്റെ കാഴ്ച ഓബ്ജക്റ്റിനെ തലകീഴായി മാത്രമല്ല വശം തിരിഞ്ഞും കാണും എന്നുള്ളതാണ്. വശം തിരിയുന്ന കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ആ ചിത്രം ശരിയായ ചിത്രമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഓക്കെ, അതെങ്ങനെ ലളിതമായിട്ട് നമുക്ക് അവയൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു റീപ്പറിനകത്ത് രണ്ട് ലെൻസുകൾ ഇതുപോലെ മൂവ് ചെയ്യാൻ പാകത്തിന് സ്ലിറ്റ് ഉണ്ടാക്കി ഇങ്ങനെ സ്ഥാപിച്ചാൽ നമുക്ക് ഈ ടെലസ്കോപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നന്നായി കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞല്ലോ, അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിൻ്റെ ഐപീസ് ഫോക്കൽ ലെന്ത് കുറഞ്ഞതും ഒബ്ജക്റ്റീവ് ഫോക്കൽ ലെന്ത് കൂടിയതുമായിരിക്കും. നമുക്കൊരു ഓബ്ജക്റ്റിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഇതിനെ മുന്നോട്ടും പുറകോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഐപീസിനെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് ഒബ്ജക്റ്റീവിനെയും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് അത് എവിടെയാണ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. വേണമെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത് എന്ന് വേണമെങ്കിൽ ഇവിടെ വരച്ച് ചേർക്കുകയും ചെയ്യാം. ഇത് അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പാണ്. രണ്ട് ലെൻസുകളും കോൺവെക്സ് ലെൻസുകൾ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി കോൺകേവ് ലെൻസ്, ഈ കോൺവെക്സ് ഐപീസിൻ്റെ സ്ഥാനത്ത് ഒരു കോൺകേവ് ലെൻസ് വെച്ച് കൊടുത്താൽ അത് ടെറസ്ട്രിയൽ ടെലസ്കോപ്പായി. അപ്പോൾ അത് നേരെയുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു ടെലസ്കോപ്പ് നിർമ്മിക്കാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ പൈപ്പിൻ്റെ കഷ്ണമാണ്. ഈ പൈപ്പ് 1.5 ഇഞ്ച് ഡയമീറ്ററുള്ള പൈപ്പാണ്. ഇത് രണ്ടും 1.5 ഇഞ്ചാണ്. പക്ഷേ ഈ 1.5 ഇഞ്ച് പൈപ്പിൻ്റെ രണ്ടും വ്യത്യസ്ത തരത്തിലുള്ളതാണ്. ഒന്നിനുള്ളിൽ ഇങ്ങനെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന പൈപ്പാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്? 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഒന്നിനകത്ത് കയറുമോ? കയറും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് പേസ്റ്റഡ് പൈപ്പും ഇത് ത്രെഡഡ് പൈപ്പുമാണ്. ഇതിനകത്ത് ത്രെഡ് ഇട്ട് ഉപയോഗിക്കുന്ന 1.5 ഇഞ്ചിൻ്റെ പൈപ്പും പേസ്റ്റ് ഉപയോഗിച്ച് ഒട്ടിക്കുന്ന പൈപ്പുകൾ 1.5 ഇഞ്ചിൻ്റെ പൈപ്പും പരസ്പരം കയറുന്ന തരത്തിലുള്ളതാണ്. ഇത്തരത്തിലുള്ള രണ്ട് പൈപ്പുകൾ എടുത്ത് ഒന്നിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഈ 5 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ലെൻസ് ഈസിയായി കൃത്യമായിട്ട് അവിടെ ഇരിക്കും, ചേർത്ത് വയ്ക്കാൻ കഴിയും. എന്നിട്ട് നമുക്ക് അല്പം സെലോ ടേപ്പ് എടുത്ത് ഇതുപോലെ വലിച്ച് അങ്ങ് ഒട്ടിച്ചാൽ അതവിടെ ഇരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പീസിൽ അടുത്ത ഇത് വണ്ണം കൂടിയതാണ്. വണ്ണം കൂടിയതിനകത്ത് നമുക്ക് ഒബ്ജക്റ്റ് ലെൻസാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതും ഇതേപോലെ ചേർത്ത് വെച്ച് ഇതിനുള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ടെലസ്കോപ്പ് റെഡിയായി. അതായത് നമുക്കിതിലേക്ക് വയ്ക്കുക. ഇത് നിങ്ങൾക്ക് വസ്തുവിലേക്ക് നോക്കുക. ഇത് കൃത്യമായിട്ടും ചില സംശയം തോന്നിയില്ലേ, ഈ പൈപ്പിൻ്റെ ലെങ്ത് എങ്ങനെ നമ്മൾ തീരുമാനിക്കുമെന്നുള്ളതാണ്. അത് വളരെ ലളിതമാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റീവിന് വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ്, അതിൻ്റെ ഫോക്കൽ ലെന്ത് എത്രയാണോ അതുപോലെ തന്നെ ഈ ഐപീസിന് ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത്, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ദൂരമായിരിക്കും ഏതാണ്ട് ഇത് ഇങ്ങനെ കിട്ടുന്ന ഇത്രയും ദൂരം എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കും മിക്കവാറും ഇത് ഫോക്കസ്, അതിൻ്റെ ദൂരമനുസരിച്ച് ഏതാണ്ട് അങ്ങ് അത്രയും ദൂരത്തിലായിരിക്കും ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് രണ്ടും കിട്ടത്തക്ക രീതിയിൽ ഉള്ള ലെങ്ത് ആയിരിക്കണം. അതിനേക്കാൾ അല്പം കൂടിയതായിരിക്കണം. ഇത്തിരി കുറയുകയും വേണം, കൂടുകയും വേണം. ഇത് സ്ലൈഡ് ചെയ്യുമ്പോൾ കൂടുകയും കുറയുകയും ചെയ്യത്തക്ക രീതിയിൽ ഉള്ള പൈപ്പിൻ്റെ ലെങ്താണ് എടുക്കേണ്ടത്.
അപ്പോൾ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ 10 സെൻറ്റിമീറ്ററിൻ്റെ ഐ പീസാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 100 സെൻറ്റിമീറ്ററിൻ്റെതാണെങ്കിൽ 110 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്ററിൽ കൂടുതൽ നീളം ഇത് രണ്ടും കൂടെ സ്ലൈഡ് ചെയ്താൽ കിട്ടണം. റൈറ്റ്. അപ്പോൾ 1 മീറ്ററിനേക്കാൾ കുറഞ്ഞിട്ട് ഒരു പൈപ്പും ഒരു 30 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ മറ്റൊരു പൈപ്പും കൂടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 20 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെന്തുള്ളതും 5 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെന്തുള്ളതുമാണ് ഉപയോഗിച്ചത്. അപ്പോൾ 25 സെൻറ്റിമീറ്ററിനകത്തൊക്കെ ഇത് ഫോക്കസ് ചെയ്യപ്പെടും. ഓക്കെ. ഇത് ടെറസ്ട്രിയൽ ടെലസ്കോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഐ പീസിൽ നമുക്ക് കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണെങ്കിൽ ഇത് 100 സെൻറ്റിമീറ്ററിൻ്റേതാണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് 10 സെൻറ്റിമീറ്ററിൻ്റെ ഫോക്കൽ ലെന്തുള്ള ഐ പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 100ൽ നിന്ന് 10 കുറയ്ക്കുക. അപ്പോൾ 90 സെൻറ്റിമീറ്റർ, ഏതാണ്ട് 90 സെൻറ്റിമീറ്ററിലായിരിക്കും നമുക്കിത് ഫോക്കസ് ചെയ്ത് കിട്ടുക. ഇവിടെ നമ്മളിപ്പോൾ ഉപയോഗിക്കുമ്പോഴത്തേ ഒരു 30 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്ററിൻ്റെ ആണെങ്കിൽ ഇത് 10 50 10 40 ഏതാണ്ട് ഇത്രയും നീളമേ വരികയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ടെലസ്കോപ്പ് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഫോക്കൽ ലെന്ത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ ഈ 2 ലെൻസ് എടുക്കുക. അതിന് ഫ്രെയിമൊന്നും വേണമെന്നില്ല. 2 ലെൻസ് എടുക്കുക, ആ ഐ പീസ് നമ്മളെ കണ്ണിന് മുമ്പിൽ വയ്ക്കുക, വെളിയിലേക്ക് ഇറങ്ങി ഏതെങ്കിലും വസ്തുവിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക. എവിടെയാണ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഈ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് അറിയില്ല എങ്കിൽ ഇനി നമുക്ക് അല്പം കൂടി ഒന്ന് ഇത്തിരി കൂടെ ഒരു ഹൈടെക് ആയിട്ടുള്ള ഒരു ടെലസ്കോപ്പ് ഉണ്ടാക്കണമെങ്കിൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ അപ്പർച്ചർ കൂടിയ ലെൻസുകളാണ് ഒബ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിവിടെ 10 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു ലെൻസാണ് എടുത്തത്. അതിനനുസരിച്ച് വണ്ണത്തിലുള്ള പൈപ്പ് ആയിരിക്കും എടുക്കേണ്ടത്. ഇവിടെ ഈ ഒരറ്റത്ത് ഈ ലെൻസിനെ ഇങ്ങനെ വച്ചിട്ട് അതിൻ്റേതായ ഒരു കപ്ലിംഗ് എടുത്ത് ഇതിങ്ങനെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ആയി. റൈറ്റ്. ഇനി അതിനെ റെഡ്യൂസ് ചെയ്തെടുക്കുക. റെഡ്യൂസ് ചെയ്തെടുത്തിട്ട് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ 1.5 ഇഞ്ച് പേസ്റ്റഡ് പൈപ്പ് ഇവിടെ കണക്ട് ചെയ്യുക. അതിനുള്ളിലേക്ക് ഇതിങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും. നമുക്കിവിടെ ഐ പീസും സെറ്റ് ചെയ്യാം. ഇവിടെയും ഈ ലെങ്ത് കണക്കാക്കുന്നത് നേരത്തെ പറഞ്ഞത് കണക്ക് പ്ലസ് ആയിരിക്കും. 100 സെൻറ്റിമീറ്ററിനാണെങ്കിൽ 10 സെൻറ്റിമീറ്ററാണെങ്കിൽ 110 സെൻറ്റിമീറ്റർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വാച്ച് റിപ്പയർ ചെയ്യുന്ന ലെൻസിനെ കുറിച്ച് പറയുന്നു. അത് പലരും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, പലർക്കും അറിയണ്ടാവില്ല. ഇതാണ് ആ ലെൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വാച്ച് മേക്കേഴ്സ് ഉപയോഗിക്കുന്ന ഇതുപോലെ കണ്ണിൽ വെച്ചിട്ടായിരിക്കും സാധനങ്ങൾ നോക്കുക. റൈറ്റ്. അപ്പോൾ ആ ലെൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊക്കെ നമുക്ക് ഒരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെന്തുള്ളവയാണ്. ഏറ്റവും വില കുറച്ച് കിട്ടാവുന്ന ഒരു ലെൻസാണിത്. അപ്പോൾ അത് ഇതുപോലൊരു കപ്ലിങ്ങിനകത്തേക്ക് നമുക്ക് ഇൻസർട്ട് ചെയ്ത് ടൈറ്റായിട്ട് വയ്ക്കാൻ കഴിയും. ടൈറ്റായിട്ട് ഇതേപോലെ വയ്ക്കാൻ കഴിയും. അത് തിരിച്ച് നമ്മുടെ നേരത്തെ ഇതേപോലെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. വീണ്ടും ഇത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പക്ഷേ ഈ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ നമ്മൾ ഒരു ടെലസ്കോപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി 50 സെൻറ്റിമീറ്ററിനേക്കാൾ താഴെയുള്ള ലെൻസുകളായിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത്. എന്താ കാരണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇത് ഉപയോഗിച്ചാൽ പോലും ഇത് നമുക്കൊരു ചന്ദ്രനെ വീക്ഷിക്കാൻ പ്രയാസമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇതിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ ഈ കൈ അല്പം എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി പോലും നീങ്ങണ്ട. 1 ഡിഗ്രി പോലും നീങ്ങാതെ കൈ ഒന്ന് വിറച്ചാലോ ഒന്ന് മാറിയാലോ നമ്മുടെ അന്തരീക്ഷത്തിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ആയിരിക്കും മാറുക എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നമുക്ക് ഈ ചന്ദ്രനെ പോലെ ഇത് കൈ ഉപയോഗിച്ച് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അപ്പം പിന്നെ എന്ത് വേണം? പിന്നെ ഇതിന് സ്റ്റാൻഡ് പിടിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ വലിപ്പം കൂടിയ ടെലസ്കോപ്പുകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, നീളം കൂടിയത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന് സ്റ്റാൻഡ് കൂടി വാങ്ങി ചെയ്ത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളത് കൂടി ഓർക്കുക.